ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ കാവ്യൻ നായകനായിട്ടുള്ള മാസ്ക് എന്ന തമിഴ് മൂവിയുടെ കഥയാണ്. സോ നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം വേലു ആണ്. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് വേലു ജോലി ചെയ്യുന്നത്. പക്ഷേ കക്ഷി അത്ര നന്മമരമൊന്നുമല്ല. പണത്തിനു വേണ്ടി എന്തും കളിയും കളിക്കുന്ന, ക്ലയൻറ്റുകളെ പറ്റിച്ചു പോലും കാശുണ്ടാക്കുന്ന ഒരു എത്തിക്കൽ സ്കാമറാണ് വേലു. പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില നീതിബോധങ്ങളുണ്ടെന്ന് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. വേലു താമസിക്കുന്നത് തൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ഹോട്ടലിലാണ്. അവിടെ ഒരു മുറിയിലാണ് അവൻ താമസിക്കുന്നത്. ഒരു ദിവസം അവൻ പതുപോലെ ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു യുവതി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നു. കണ്ട മാത്രയിൽ തന്നെ അവന് ആ പെൺകുട്ടിയോട് എന്തോ ഒരു ആകർഷണം തോന്നുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഈ സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രമായ ഭൂമിയെയാണ്. പുറലോകത്തിനു മുന്നിൽ അനാഥ പെൺകുട്ടികളുടെ സംരക്ഷിക്കുന്ന ഒരു NGO നടത്തുന്ന പുണ്യവതിയാണ് ഭൂമി. എന്നാൽ ഇതിന് പിന്നിൽ വലിയൊരു പെൺവാണിഭ മാഫിയയും അഴിമതി രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധവും ഭൂമിക്കുണ്ട്. ഭൂമിയും രാഷ്ട്രീയക്കാരനായ മണിവണ്ണനും നല്ല സുഹൃത്തുക്കളാണ്. മണിവണ്ണൻ്റെ ഒത്തിരി രാഷ്ട്രീയ ചുവടുവെപ്പിൽ ഭൂമി ഒത്തിരി സഹായിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മണിവണ്ണൻ്റെ കയ്യിലുള്ള 440 കോടി കള്ളപ്പണം ഭൂമിയെ ഏൽപ്പിക്കുകയാണ്. ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കള്ളപ്പണം മണിവണ്ണൻ ഉണ്ടാക്കിയത്. അത് അത്രയും വിശ്വാസമുള്ള ഭൂമിയുടെ കയ്യിലേക്ക് മണിവണ്ണൻ ഏൽപ്പിക്കുകയാണ്. ഭൂമി വേലുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്കുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് അവൾ ഒരു തവണ നമ്മുടെ വേലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം വേലു ഹോട്ടലിലെത്തുമ്പോൾ വീണ്ടും അന്ന് കണ്ട ആ യുവതിയെ കാണുകയാണ്. അവർക്കുള്ളിൽ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവർ പരസ്പരം ഫോൺ നമ്പർ ഒക്കെ കൈമാറുന്നുണ്ട്. ആ ഹോട്ടലിൽ നിന്നിറങ്ങിയ യുവതി അവിടെ നിന്നിറങ്ങിയിട്ട് ഇവനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ഒരു ഫുഡ് ഹോം ഡെലിവറി ആയി കൊണ്ടുതരാമോ എന്ന് ചോദിക്കുന്നു. അവന് ആ അഡ്രസ്സ് മേടിച്ചിട്ട് ഫുഡുമായി അവിടേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആകുമ്പോൾ തന്നെ നമ്മുടെ വേലു അവളെ ഒരു കന്യാകുമാരിയിലുള്ള ഹോട്ടലിലേക്ക് ക്ഷണിക്കുകയാണ്. പോകുന്ന വഴിക്കാണ് വേലുവിന് ഒരു കോൾ വരുന്നത്. ആ കോൾ വിളിച്ചിട്ട് തിരിച്ചു കയറി കഴിയുമ്പോൾ വേലുവിന് നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും ഉണ്ടാവില്ല. അവൻ പറയുന്നു, ഞാൻ മാരീഡാണ്, എനിക്കൊരു കുഞ്ഞുമുണ്ട്, അവരാണ് ഇപ്പോൾ വിളിച്ചത്, നീ പേടിക്കണ്ട, ഞങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേറൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയതെന്ന്. ഇത് കേട്ടുടനെ അവളിരുന്ന് കരയുകയാണ്. അവൻ കാര്യം തിരക്കിയപ്പോൾ പറയുന്നു, ഞാനും മാരീഡാണ്, നീ പേടിക്കണ്ട, പക്ഷേ എൻ്റെ ഭർത്താവ് വളരെ പ്രായമുള്ള ഒരാളാണ്, വീട്ടുകാർ നിർബന്ധിച്ച് നടത്തിയ കല്യാണമാണ് എന്നൊക്കെ. സോ രണ്ടുപേരും മാരീഡ് ആണെന്നുള്ള സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് ക്യാൻസലായി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം നമ്മുടെ വേലു അവളുടെ മകളുമായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുകയാണ്. ആ ടൈമിൽ ഭൂമിയുടെ അസിസ്റ്റൻ്റായ ബാറ്ററിയും അവിടെ കാണുന്നുണ്ട്. വേലുവിൻ്റെ മകൾ വിചാരിക്കും അവനും ഏതോ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന്. കാരണം അവന് ഇച്ചിരി വളർച്ചക്കുറവുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ ബാറ്ററിയും വേലുവിൻ്റെ മകളും നല്ല കമ്പനി ആവുന്നുണ്ട്. അതിനുശേഷം വേലു തൻ്റെ മകളെ ആ ഭാര്യ വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ഭാര്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ കൗൺസിലിങ്ങിനോ മറ്റോ പോയി ഇതൊക്കെ സോൾവ് ചെയ്തൂടെ എന്ന്. അവൻ പറയുന്നു, അതിൻ്റെയൊക്കെ സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വീട്ടിലാക്കിയിട്ട് വേലു തിരിച്ച് തൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ മണിവണ്ണനും ഭൂമിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇലക്ഷന് മുന്നോടിയായി തന്നെ മണിവണ്ണൻ്റെ കയ്യിലുള്ള 440 കോടി രൂപ ഭൂമി സ്റ്റോഴ്സ് എന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് മാറ്റാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. വളരെ രഹസ്യപരമായിട്ടായിരുന്നു ആ നീക്കം നടത്തിയത്. ഇവരുടെ അടുത്ത വൃത്തങ്ങൾക്കല്ലാതെ ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. വേലു താമസിച്ചിരുന്ന തൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഹോട്ടൽ വാടകയ്ക്കായിരുന്നു അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിൻ്റെ ഓണർ വന്ന് പ്രശ്നമുണ്ടാക്കുമ്പോൾ വേലുവാണ് കുറച്ച് പൈസ കൊടുത്ത് അവരെ സോൾവ് ആക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഇതിന് 50% ഷെയർ തന്നേക്ക്, ഞാൻ ഈ കടമൊക്കെ വീട്ടിക്കോളാം എന്ന് പറയുന്നു. ആ ടൈമിലാണ് വേലുവിന് അവളുടെ കാമുകിയുടെ ഫോൺ കോൾ വരുന്നത്. അവൾ അവിടെ ഒറ്റയ്ക്കാണ്. നീ വീട്ടിലേക്ക് വരുന്നോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അവൾ 1 മണിക്കൂറൂടെ കഴിയുമ്പോൾ ഈ നാട് വിട്ടു പോവുകയാണ്. അതിനു മുൻപ് നിന്നെ കാണണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് അവൾ പറയുന്നത്. സോ അവൻ എത്രയും വേഗം അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ പറയുന്നു, നീ പോയി നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് വാങ്ങിയിട്ട് വരാൻ. അങ്ങനെ ഹെൽമെറ്റ് വാങ്ങാനായിട്ട് അടച്ചു പൂട്ടാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് തള്ളി തുറന്ന് അവൻ അകത്ത് ചെല്ലുമ്പോൾ അകത്ത് കുറേ മാസ്ക് ധരിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ തടങ്കലിലാക്കി വെച്ചിരിക്കുകയാണ്. സെക്യൂരിറ്റി കൈകാട്ടി പോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൻ കണ്ടത് വാ എന്നായിരിക്കണം. അവൻ അങ്ങനെ ആ ഷട്ടറും തുറന്ന് അകത്ത് കയറിയത്. അത്രയും ആളുകളെ അവരെ മുട്ടുകുത്തി ഇരുത്തി കൈയും പൊക്കി തോക്ക് ചൂണ്ടി കുറേ ആളുകൾ മാസ്ക് ഒക്കെ വെച്ച് അവരെ പേടിപ്പിച്ചവിടെ ഇരുത്തിയിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, അവരിവിടെ വന്നിരിക്കുന്ന ഒരു കാര്യത്തിനാണ്. സോ ആ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ വെറുതെ വിട്ടോളാം, അതുകൊണ്ട് അത്രയും നേരം എല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ വേലുവിനെ കാണാത്തതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പോൾ വേലു നേരിട്ട് പോയി ആ മാസ്ക് ധരിച്ച ആളുടെ അടുത്ത് പറയുന്നു, ഞാൻ ഇതുപോലൊരു എമർജൻസി കേസിലാണ് ഇങ്ങോട്ട് വന്നത്, ഒരു ഹെൽമെറ്റ് എടുത്തിട്ട് ഞാൻ പൊക്കോട്ടെ, പോയി കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം, കാരണം എൻ്റെ കൂടെയുള്ള ആ കുട്ടിക്ക് അറിയില്ല എൻ്റെ സാഹചര്യം ഇതാണെന്ന്. അയാൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുകയാണ്. ആ ടൈമിൽ എല്ലാവരുടെയും ഫോൺ മേടിക്കാനായിട്ട് മാസ്ക് ധരിച്ച ഒരാൾ പറയുന്നു. ഇത് കേട്ടുടനെ വേലു തൻ്റെ ഫോൺ എടുത്തിട്ട് ആ സൂപ്പർ മാർക്കറ്റിലെ റാക്കിനകത്തേക്ക് വലിച്ചെറിയുകയാണ്, ആരും കാണാതെ. അങ്ങനെ എല്ലാവരുടെയും ഫോൺ കളക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്, വേലുവിൻ്റെ മാത്രം കളക്ട് ചെയ്യുന്നില്ല. അവർ ശരിക്കും അവിടെ വന്നത് ഭൂമി സ്റ്റോഴ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ 440 കോടി കണ്ടുപിടിക്കാനായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ ആളുകളുടെ അടുത്ത് മാസ്ക് ധരിച്ചവർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കടയിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തോ, ഇവിടുത്തെ CCTV ക്യാമറ മൊത്തം ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എന്ത് സാധനം വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനായി പറയുന്നു. ആ ടൈമിൽ എല്ലാവരും അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുക്കാൻ ധൃതി കാണിക്കുമ്പോൾ നമ്മുടെ വേലു ആ ഹെൽമെറ്റും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മാസ്ക് ഇട്ട ഒരാളാണ് വേലുവിന് ആ ഹെൽമെറ്റ് എടുത്ത് കൊടുക്കാനായി സഹായിക്കുന്നത്. അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നിട്ട് രണ്ടുപേരും റൊമാൻസിലേക്ക് കിടക്കാനായി തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വന്ന് ഡോറിൽ മുട്ടുകയാണ്. അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഇവനെ ഒരു വാതിലിൻ്റെ പുറകിലാക്കിയിട്ട് ഓടിപ്പോയി ഡോറ് തുറന്നു കൊടുക്കുന്നു. അവളുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നു, നമുക്ക് പോകാൻ സമയമായി, സോ എത്രയും പെട്ടെന്ന് നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിറങ്ങുക, ഞാനൊന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നു. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വേലുവിനെ ആ പെൺകുട്ടി വെളിയിലേക്ക് ഇറക്കാനായിട്ട് നോക്കുമ്പോൾ അവൻ ഇറങ്ങുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ആ ബാഗിനകത്ത് ആ സ്റ്റോറിൽ കണ്ട അതേ മാസ്ക് അവൻ കാണുകയാണ്. അവൻ അങ്ങനെ ആ മാസ്ക് നോക്കി സ്റ്റക്കായിട്ട് നിൽക്കുന്ന ടൈമിൽ അവളുടെ ഹസ്ബൻഡ് കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു. അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അയ്യോ കള്ളനാവും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കാര്യം മനസ്സിലായി. കാരണം ഈ മാസ്ക് ഇട്ട പുള്ളിയായിരുന്നു അവന് ആ ഹെൽമെറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയാൾ പറയുന്നു, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആയതൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ, ഇവൾ എന്തൊക്കെയോ കിടന്ന് അഭിനയിക്കുകയാണെന്ന്. അയാൾ അകത്ത് പോയി ഒരു തോക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അവളെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് ആ നമ്മുടെ വേലുവിനെയും വെടിവെക്കാനായി തുടങ്ങുന്ന ടൈമിൽ അവൻ ഓടുന്നു. അവൻ ഓടി അകത്തെ മുറിയിലേക്ക് ചെന്നിട്ട് ഒരു അനക്കവും കേൾക്കുന്നില്ല. എന്താണ് സംഭവിച്ചെന്നറിയാൻ അവൻ ഒളിഞ്ഞു നോക്കുന്ന ടൈമിലാണ് അറിയുന്നത്, ആ തോക്കെടുത്ത് ഇവൻ്റെ പുറകിന് ഓടുന്ന ടൈമിൽ ആ പെൺകുട്ടി മരിച്ചു വീണ് അവിടെ ചോരയായിട്ടുണ്ടായിരുന്നു. ആ ചോരയിൽ തെന്നി തലയിടിച്ച് ടേബിളിൻ്റെ വക്കിലിടിച്ച് അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു നിമിഷം സംഭവിച്ചെന്ന് വേലുവിന് ആകെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ ഉണ്ടായിരുന്ന മാസ്കും അയാളുടെ ബാഗിലുണ്ടായിരുന്ന കാശും എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ആ പെൺകുട്ടി മരിച്ചോ എന്ന് അവൻ ഒന്നുകൂടി ഉറപ്പാക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ ആ പെൺകുട്ടിയോട് ഒരു സ്നേഹമുണ്ടായിരുന്നു. അടുത്ത ദിവസമാണ് ഭൂമി അറിയുന്നത് തൻ്റെ സ്റ്റോഴ്സിൽ ഒരു റോബറി നടന്നിട്ടുണ്ടെന്ന്. അതുമാത്രമല്ല അവളുടെ മെയിൻ ടെൻഷൻ, അവൾ ആ മണിവർണ്ണം തന്നിരുന്ന 440 കോടിയാണ് അവിടെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നത്. വേലു അത്രയും പൈസ കൊണ്ട് ആ ഹോട്ടലിൽ കൊണ്ട് വെച്ചിട്ട് ആ മാസ്ക് നോക്കി കുറേ നേരമായി ഒറ്റ ഇരിപ്പാണ്. എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് അവന് ഒരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വേലുവിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു പോലീസുകാരൻ. അവൻ അപ്പോൾ തന്നെ ആ പോലീസുകാരനെ ഫോൺ വിളിക്കുകയാണ്. അടുത്ത ദിവസം അവനോട് ചോദിക്കും, നീ എവിടെയാന്ന്? അപ്പോൾ ഈ കൊലപാതകം നടന്ന വീട്ടിലാന്ന് പറയുന്നു. അപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്ന കാര്യം വേലു പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നു. അതേ ടൈമിൽ തന്നെ ഭൂമി സ്റ്റോഴ്സിൽ ഒരു റോബറി നടന്ന കാര്യം ആ പോലീസുകാരൻ പറയുമ്പോൾ അവിടെയും ഞാൻ ഉണ്ടായിരുന്നു എന്ന് വേലു പറയുന്നു. തന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ വേലു ആ പോലീസുകാരനായ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ടൈമിൽ ബാറ്ററി ആ പോലീസുകാരനെ വിളിച്ചിട്ട് പറയുന്നു വേലുവിൻ്റെ ഒരു ഹെൽപ്പ് വേണമെന്ന്. സോ അങ്ങനെ ആ പോലീസുകാരനും വേലുവും കൂടി നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന 440 കോടി കള്ളപ്പണം കളവ് പോയിട്ടുണ്ട്. സോ ഇത് കള്ളപ്പണം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഇത് പോലീസിൽ പറഞ്ഞ് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നീ വേണം ഇത് കണ്ടുപിടിച്ച് തരാൻ, നിനക്ക് ഞാൻ 1 കോടി രൂപ തരും എന്നാണ് പറയുന്നത്. പക്ഷേ ഭൂമിക്കറിയില്ല ആ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിൽ ഒരാളുടെ പങ്ക് നമ്മുടെ വേലുവിൻ്റെ കയ്യിലുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ വേലുവിന് മറ്റൊരു പ്ലാനാണ് ഉണ്ടായിരുന്നത്. 440 കോടി രൂപ ഞാൻ കണ്ടുപിടിച്ച് തരുമ്പോൾ എനിക്ക് വെറും 1 കോടി രൂപ മാത്രം പോരാ, എനിക്ക് അതിൻ്റെ 30% വേണമെന്ന് ഭൂമിയുടെ അടുത്ത് വേലു വെല്ലുവിളിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള അഴിമതി എനിക്കറിയാം, മണിവർണ്ണൻ്റെയും നിങ്ങളുടെയും ഡീലിങ്സും ഒക്കെ എനിക്കറിയാം, ഞാനെല്ലാം ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് വേലു ഭൂമിയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വെല്ലൊക്കെ വിളിച്ച് വേലു തിരിച്ച് അവൻ്റെ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. വക്കീലായ ഒരു സുഹൃത്തുണ്ട് അവന്, അതുപോലെ പോലീസുകാരനായ ഒരു സുഹൃത്തുമുണ്ട്. സോ അവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇത്ര പേരാണ്. സോ ഒരാളുടെ കയ്യിൽ ഇത്രയും ഷെയർ ആണെങ്കിൽ അവർ മൊത്തം ഇത്ര കോടി രൂപയായിരിക്കും അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് കുറച്ച് പിള്ളേരെ ഉപയോഗിച്ച് ഈ ഭൂമിയുടെയും മണിവർണ്ണൻ്റെയും ഇടയ്ക്കുള്ള ഡീലിങ്സും ഫോൺ കോൾസും അതുപോലെ എല്ലാം ടാപ്പ് ചെയ്ത് എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നു.
മണിവർണ്ണനെയും ഭൂമിയെ പറ്റി അന്വേഷിച്ച് വേലു എത്തിപ്പെടുന്നത് ഒരു പോലീസ് ഓഫീസറുടെ അടുത്താണ്. അവർ ഭൂമിയും മണിവർണ്ണനും എങ്ങനെ ഇത്തരം ഡീലിങ്സിലായി എന്നുള്ള കഥ വേലുവിൻ്റെ അടുത്ത് പറയുകയാണ്. ഒരു ദിവസം നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടുന്ന ജയിൽ നിവാസികളുടെ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് വരുന്നത് ഈ മണിവർണ്ണനാണ്. അപ്പോൾ ഈ ഭൂമി തന്നെ നേരത്തെ ഒരാളെ ഈ മണിവർണ്ണനെ കുത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏൽപ്പിച്ച പുള്ളിക്കാരി ആ ഗസ്റ്റായിട്ടുള്ള മണിവർണ്ണൻ്റെ വയറ്റിൽ കുത്തുകയാണ്. ഭൂമി എന്തിനാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ രാഷ്ട്രീയപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്കെതിരെയായിരുന്നു എല്ലാവരും. സോ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നപ്പോൾ ഇയാൾക്ക് ഒരു സഹതാപ തരംഗവും അതുപോലെ തന്നെ അയാളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഊരാൻ ഉള്ളൊരു സൊല്യൂഷനുമാണ് കിട്ടിയത്. സോ ആ പോലീസ് ഇൻസ്പെക്ടറിന് മുന്നിൽ വെച്ച് തന്നെ ഭൂമി മണിവർണ്ണനുമായിട്ട് ഒരു ഡീലിങ്സ് ഉണ്ടാക്കിയാണ്. എന്നെ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും എനിക്കൊരു പുതിയ ഐഡൻറ്റിറ്റി തന്ന് എന്നെ വേറൊരു ലെവലിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം ഈ പോലീസ് ഓഫീസറുടെ മുന്നിൽ വെച്ച് ആ മണിവർണ്ണനും ഭൂമിയും തമ്മിൽ പ്ലാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുത്താനായിട്ട് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരെ പോലും മൈൻഡ് ചെയ്യാതെ ജയിലിൽ നിന്ന് ഇറക്കാതെയാണ് ഭൂമി അവിടെ നിന്ന് പോയത്. സോ ഈ കഥകളൊക്കെ വേലു പറഞ്ഞിട്ട് ഭൂമിയോട് വന്ന് പറയുന്നു. എന്നിട്ട് ഇനി നിങ്ങൾ 1 കോടി രൂപയാണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ % രൂപ നിങ്ങൾ എനിക്ക് തരണമെന്ന് ഭൂമിയുടെ അടുത്ത് വേലു പറയുന്നു. ഇതൊന്നും ഭൂമിക്ക് ഒട്ടും അത്ര ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് നമ്മുടെ വേലുവിൻ്റെ ഫാദറിലോ വിളിച്ചിട്ട് മോള് ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടില്ല, ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നപ്പോൾ അവളെ കാണുന്നില്ല എന്ന് പറയുന്നത്. ആ ടൈമിൽ ഭൂമിയുടെ ഒരു വീഡിയോ കോൾ വരുന്നു. അപ്പോൾ ഭൂമിയുടെ പക്കൽ വേലുവിൻ്റെ മോളുണ്ട്. സോ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വേലു ഭൂമിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ മോള് ഭൂമിയും അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ വളരെ നല്ല ക്ലോസ് ആയിട്ടാണ് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. മോളെ മാറ്റി നിർത്തിയതിന് ശേഷം ഭൂമി പറയുന്നുണ്ട്, നീ ഇനിയും എന്നെ വെല്ലുവിളിക്കാനാണ് വരുന്നതെങ്കിൽ നിൻ്റെ മോളെയും ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം ആളാക്കും. നിന്നെ മോളെ കാണാൻ ഒത്തിരി രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ വരും. അങ്ങനെ ഒരു അവസ്ഥ നീ ഉണ്ടാക്കണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാശ് എത്രയും പെട്ടെന്ന് നീ എനിക്ക് കണ്ടുപിടിച്ച് തരണം എന്ന് പറയും. അവൾ ഈ ചെയ്തത് വേലുവിന് ചെറുതായിട്ട് പേടിയായിട്ടുണ്ടായിരുന്നു. അവൾ തൻ്റെ മകളെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഭൂമി തൻ്റെ പക്കലുണ്ടായിരുന്ന കാശ് കളഞ്ഞു പോയ കാര്യം മണിവർണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, എല്ലാ കാശിലും ഇവരുടേതായ ഒരു പ്രത്യേക സ്റ്റാമ്പിങ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നോട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകാൻ പറ്റുമെന്നും നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ആ അത്രയും കാശ് ഞാൻ തിരിച്ചു തരുമെന്നും ഭൂമി മണിവർണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്. വേലുവിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടിക്കും ഭൂമിയും ബാറ്ററിയും എത്തിയിട്ട് അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയും അവളെ സോപ്പിടുകയും അതിനുശേഷം അവൾ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞ് പിന്നെയും അവനെ പേടിപ്പിക്കുകയാണ്. ആ ടൈമിലാണ് വേലുവിൻ്റെ ഫാദറിലോ അങ്ങോട്ട് വരുന്നത്. സോ അയാളെയും ഭൂമിയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ടൈമിൽ ഒരു ലേഡിയെ കാണിക്കുകയാണ്. അവർ TV-യിൽ ഒരു ന്യൂസ് റീഡർ ഇട്ടുകൊണ്ടിരുന്ന മാല കണ്ട് ഇഷ്ടപ്പെട്ട് നേരെ ജ്വല്ലറിയിൽ പോയിട്ട് കുറേയേറെ ജ്വല്ലറീസ് വാങ്ങുകയാണ്. അതുമാത്രമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കടയിൽ പോയിട്ട് അവർക്കെല്ലാം ആവശ്യത്തിന് ഡ്രസ്സും മേടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാം ബില്ലൊക്കെ പേ ചെയ്യുന്നു. ഈ ടൈമിൽ വേലു തൻ്റെ പക്കലുള്ള മാസ്ക് എല്ലാ മാസ്ക് ഉണ്ടാക്കുന്ന കടകളിലും പോയി അന്വേഷിക്കുന്നു, നിങ്ങളാണോ ഇത് ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാതെ ലാസ്റ്റ് ആ മാസ്ക് ഉണ്ടാക്കിയ പയ്യനെ കണ്ടുപിടിക്കുന്നു. ആ പയ്യൻ പറയുന്നു, ഇതുപോലെ ആ ചേരിയിലടുത്തുള്ള ഒരു ചെറുക്കനാണ് എൻ്റെ അടുത്ത് വന്ന് ഈ മാസ്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞതെന്ന്. അങ്ങനെ വേലു അവനെ തപ്പിപ്പിടിച്ച് അവനോട് ചോദിക്കുമ്പോഴേക്കും അവൻ വേലുവിനെ ആക്രമിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ വേലുവും തൻ്റെ പോലീസുകാരനായ സുഹൃത്തും ആ പയ്യനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ഡീലിങ്സും അവൻ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം ഇവർ ഒരു രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പയ്യൻ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ ആ സ്വർണം മേടിച്ച യുവതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് കുറച്ച് ആളുകൾ വണ്ടിയിലേക്ക് വരുന്നതായിട്ടുമൊക്കെ ഈ പോലീസുകാരനും വക്കീലും അതുപോലെ വേലും ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ പയ്യനോട് ഈ കാര്യങ്ങൾ ഇവർ പറഞ്ഞപ്പോൾ ആ പയ്യൻ ആ മാസ്ക് ഉണ്ടാക്കാൻ പറഞ്ഞ ആളുടെ അടുത്ത് എന്തായാലും വന്ന് സംസാരിക്കുമല്ലോ. സോ അങ്ങനെയാണ് ഈ വീട്ടിലുള്ള ആളുകളായിരിക്കും എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. ഈ ടൈമിൽ ആ യുവതി ഒത്തിരി ജുവൽസും സാരീസും ഒക്കെ മേടിച്ച കാര്യം അയാളുടെ ഭർത്താവ് പറഞ്ഞിട്ട് ബാക്കി സുഹൃത്തുക്കളെ കൂടെ അവിടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേലുവിന് ഇവരുടെ ഫുൾ ഗ്യാങ്ങിനെ ആ വീട്ടിൽ വെച്ച് തന്നെ കിട്ടുകയാണ്. സോ എന്തുകൊണ്ടാണ് അവരിത് ചെയ്തതെന്ന് ആ വക്കീലിൻ്റെ അടുത്ത് പറയുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെക്കെല്ലാം താമസിക്കാനായിട്ട് ഒരു ഫ്ലാറ്റ് പോലെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. അവിടെ എല്ലാം എല്ലാവർക്കും സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അവിടേക്ക് പുതിയൊരു ബിൽഡേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെയെല്ലാം പൊളിച്ചിട്ട് പുതിയ ഫ്ലാറ്റുകളും സ്വിമ്മിംഗ് പൂളും ജിമ്മും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ അടങ്ങുന്ന പുതിയൊരു ഇത് ഉണ്ടാക്കി തരാം. സോ അതുവരേക്കും നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ ഫ്ലാറ്റിന് വേണ്ടിയിട്ടുള്ള കാശും മേടിക്കുകയാണ്.
കൂടാതെ ഇവർക്ക് എല്ലാ മാസവും 30,000 രൂപ ചെലവിന് കൊടുക്കാം, ഫ്ലാറ്റ് കിട്ടുന്നവരെ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം, അങ്ങനെ ഒത്തിരി വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാണ് ആ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് മേടിച്ച് കാശും മേടിച്ചത്. പക്ഷേ ഈ കാശെല്ലാം ആ ബിൽഡേഴ്സ് എടുത്തിട്ട് ഇവരെ പറ്റിക്കുകയായിരുന്നു. ആ കാശിൻ്റെ ഒരു ബലത്തിലാണ് മണിവർണ്ണൻ ഇന്നത്തെ പോലെ വലിയൊരു രാഷ്ട്രീയക്കാരനായി മാറിയത്. ആ പണം ഉപയോഗിച്ചിട്ടായിരുന്നു. സോ മണിവർണ്ണനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവർ 4-5 വർഷമായിട്ട് പ്ലാൻ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ 440 കോടി അടിച്ചു മാറ്റുന്നത്. ഇവർ ലീഗലായിട്ട് ഇതിനെതിരെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും ഫലവത്തായില്ല. മാത്രമല്ല ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രായമായ ഒരു 10-12 പേരോളം ഈ സമയം കൊണ്ട് മരിച്ചുപോയും കഴിഞ്ഞിരിക്കുന്നു. സോ ഇപ്പോഴും അവരെല്ലാവരും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സോ ഇനിയും വരുന്ന തലമുറയ്ക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് ഇവർ കുറച്ച് പേര് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഗ്യാങ് ആയിട്ട് ഈ പണിയെല്ലാം ചെയ്തത്. സോ ഗുണ എന്ന് പറയുന്ന അങ്കിളുടെ നേതൃത്വത്തിലാണ് ഇവരെല്ലാം ഗ്യാങ് ആയിട്ട് ഈ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തത്. 4 വർഷത്തേക്ക് ഇവരെല്ലാം പലയിടങ്ങളിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ജീവിച്ചിട്ട് ഒരു പ്ലാൻ സ്ഥിരമായി കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വേലുവിന് ഇവരെ ഒറ്റിക്കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല കാശ് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചതെന്നും അവൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ തന്നെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, ഭൂമി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും വെച്ചേക്കില്ല എന്നെയും വെച്ചേക്കില്ല, നമ്മുടെ കുടുംബത്തെ മൊത്തം കൊന്നുകളയും. സോ നീ എന്തായാലും അവരുടെ അടുത്തുനിന്ന് കാശ് മേടിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ വേലു പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും ഓൾറെഡി അവരുടെ കൂട്ടത്തിലുള്ള ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. സോ അവർക്ക് ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്. ഇനി ഞാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തൻ്റെ പക്കലുണ്ടായിരുന്ന ആ കാശും അതുപോലെ ആ ഒരു മാസ്കും എടുത്ത് ഭൂമിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്നു, അന്ന് അവിടെ റോബറിക്ക് വന്നതിൽ ഒരാൾ മരിച്ചുപോയി, ആ ആളുടെ പണവും മാസ്കുമാണിത്, ബാക്കിയുള്ളവരെ എത്രയും വേഗം ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഭൂമിക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വാഗ്ദാനം കൊടുത്തിട്ട് വേലു അവിടുന്ന് പോവുകയാണ്. ആ ടൈമിലാണ് വേലുവിനൊരു ഫോൺ കോൾ വരുന്നത്. അവൻ്റെ മുറിയിലുണ്ടായിരുന്ന കാശ് ഉപയോഗിച്ച് അവൻ്റെ ആ ഫ്രണ്ടിൻ്റെ അച്ഛൻ ആ ഒരു ജപ്തി മാറാനായിട്ട് അതിൻ്റെ ഓണർക്ക് കാശ് കൊണ്ട് കൊടുക്കുകയാണ്. ആ ഓണറും നമ്മുടെ ഭൂമിയുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ആ കാശ് ഭൂമിക്ക് കൊടുത്തിട്ട് വേറെ എന്തോ പ്ലാൻ ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ കാശ് കണ്ടപ്പോഴാണ് ഭൂമിക്ക് മനസ്സിലാവുന്നത് ഇത് തൻ്റെ പക്കൽ നിന്നും പോയ കാശാണെന്ന്. സോ വേലുവിന് ഈ ഒരു റോബറിക്കെതിരെ എന്തോ ഒരു പങ്കുണ്ടെന്ന് ഭൂമിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ നമ്മുടെ വേലുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഭൂമിയെ ഏൽപ്പിക്കുകയാണ്. വേലുവിൻ്റെ പോലീസ് സുഹൃത്തും കൂടെ കാറിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ബാറ്ററി പുറകിൽ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും കൂടെ കിഡ്നാപ്പ് ചെയ്ത് ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ടൈമിൽ ബാറ്ററി എടുത്ത് വേലു പറയുന്നുണ്ട്, നിനക്കറിയില്ല നിൻ്റെ അച്ഛനെ കൊന്നത് ഭൂമിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കൂ, നീ ഭൂമിക്ക് വേണ്ടി ഞങ്ങളെ കൊല്ലരുത് എന്നൊക്കെ വേലു പറയുന്നു. ആ ടൈമിൽ ബാറ്ററി ചിരിച്ചിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടാണ് അവരെൻ്റെ അച്ഛനെ കൊന്നതെന്ന്. അത്രയ്ക്കൊരു ക്രിമിനൽ മൈൻഡ് ഉള്ള ആളായിരുന്നു ബാറ്ററി. അങ്ങനെ ബാറ്ററി വേലുവിനെയും തൻ്റെ സുഹൃത്തായ പോലീസുകാരനെയും ഭൂമിയുടെ പക്കലേക്ക് എത്തിക്കുകയാണ്. ആ ടൈമിൽ ബാറ്ററി തൻ്റെ പോലീസ് സുഹൃത്തിനോട് പറയുകയാണ്, നീ രക്ഷപ്പെട്ടോളാൻ, വേലുവിനെ മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന്. ആ സമയം ആ സുഹൃത്ത് കാറിൽ കയറി രക്ഷപ്പെടുമ്പോൾ എതിരെ ഭൂമിയും അവരുടെ ആളുകളും കാറിൽ വന്നിട്ട് അവൻ്റെ കാറ് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. കാറിനകത്തുനിന്ന് ആ ബോധമില്ലാത്ത ആ സുഹൃത്തിൻ്റെ ബോഡിയും കൊണ്ട് കാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് അവനോട് പറയുകയാണ്, നീയാണ് ഈ കൊലപാതകം ചെയ്തത്, ഞങ്ങൾ വരുത്തി തീർക്കും, എൻ്റെ കാശ് തന്നിട്ട് നീ എത്രയും വേഗം നിൻ്റെ ജീവനും കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടോളാനായിട്ട് ഭീഷണിപ്പെടുത്തി അവനെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുകയാണ്. ആ ടൈമിലാണ് അവിടേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത്. അതിനകത്തുണ്ടായിരുന്നത് നമ്മുടെ വേലുവിൻ്റെ ഫാദർ ഇൻ ലോയാണ്. അയാൾ വന്നിട്ട് പറയുന്നു, തൻ്റെ മരുമകനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതായി കണ്ടിരുന്നു. സോ അവന് എന്ത് പറ്റി, എന്തിനാണ് അവനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത് അറിയാനായിട്ടാണ് ഞാൻ വന്നതെന്ന് വളരെ പഞ്ചപാവത്തെ പോലെ ഭൂമിയുടെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇവൻ എൻ്റെ 440 കോടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വേലുവിൻ്റെ ഫാദർ ഇൻ ലോ പറയുന്നു, അത് അവനല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്, ഞാനാണെന്ന്. അപ്പോഴാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് അവരുടെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവരുടെ കൂടെ കോടതിയിൽ വേലു പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തൻ്റെ ഫാദർ ഇൻ ലോയും അവിടെ വെച്ച് വേലു കാണുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇവരെല്ലാം പറയുന്ന ഗുണ എന്ന് പറയുന്ന ആൾ പറഞ്ഞിട്ടാണല്ലോ ഇവർ ഈ പ്ലാനിങ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞല്ലോ, ആ ആൾ തൻ്റെ ഫാദർ ഇൻ ലോ ആണെന്ന് വേലുവിന് മനസ്സിലാവുന്നു. ആ ഫാദർ ഇൻ ലോ ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്, അയാളുടെ കൂടെ മാസ്ക് ധരിച്ച് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഭൂമിയെയും അവരുടെ ആളുകളെയെല്ലാം വെടിവെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം നമ്മുടെ വേലുവിനെയും അവൻ്റെ സുഹൃത്തിൻ്റെ ബോഡിയും, അത് മരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല, ആ ബോഡിയുമായിട്ട് അവിടെ നിന്ന് അവർ പോകുന്നു. ആ സമയത്ത് വേലുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഭൂമിയെ എനിക്ക് കൊല്ലണം എന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാണോ അവൾ എൻ്റെ കൊച്ചുമകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്, അന്ന് ഞാൻ തീരുമാനിച്ചതാണ് നിൻ്റെ അന്ത്യമെന്ന്.
അങ്ങനെ അവരെല്ലാം മാസ്ക് ധരിച്ച് നമ്മുടെ വേലുവിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. തൻ്റെ മരുമകനെ റൂമിൽ കൊണ്ടാക്കിയിട്ട് അച്ഛൻ പറയുന്നുണ്ട്, അന്ന് നീ ആ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നീ ഫോൺ വലിച്ചെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നാ നിൻ്റെ ഫോണ് എന്ന് പറഞ്ഞിട്ട് അത് വേലുവിൻ്റെ കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് താൻ ഹെൽമെറ്റ് മേടിച്ചുകൊണ്ട് പോയ കാര്യം അച്ഛൻ അറിയാമാണെന്ന് നമ്മുടെ വേലുവിന് മനസ്സിലായി. അവൻ പറയും, നിങ്ങൾ തമ്മിൽ എന്തോ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ വേറെ രീതിയിൽ പോയ സ്ഥിതിക്ക് ഇനിയും നീയും എൻ്റെ മകളും തമ്മിൽ ഒന്നിക്കുന്ന കാര്യം പറഞ്ഞ് ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്ന് അച്ഛൻ വേലുവിൻ്റെ അടുത്ത് പറയുകയാണ്. ആ ടൈമിലാണ് വേലുവിനൊരു ഫോൺ കോൾ വരുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, മണിവർണ്ണനായിരുന്നു. വേലു മണിവർണ്ണൻ്റെ ലാപ്ടോപ്പും ഫോണും ഒക്കെ ഹാക്ക് ചെയ്ത ടൈമിൽ അയാളുടെ കുറച്ച് സെക്ഷൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ വേലുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കബളിപ്പിച്ച ആ അത്രയും ആളുകൾക്കും അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ച് കൊടുക്കണമെന്ന് പറയുന്നു. സോ തൻ്റെ ഭാവി നശിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മണിവർണ്ണൻ വേലുവിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തേക്കാം, നീ ആ വീഡിയോസ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അവൻ ഒരു പുതിയ ഫ്ലാറ്റ് പണിയാനായിട്ട് അവിടെ പോയി തറക്കല്ലിടുകയാണ്. സോ ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. വേലു എന്ന് പറയുന്ന ആൾ അത്ര ഒരു നല്ല വ്യക്തിയൊന്നുമല്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് മനുഷ്യത്വമുണ്ട്. സോ ആ മനുഷ്യത്വമുള്ള സമയത്ത് അവൻ അവനെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു തീം പറയുന്നത്. സോ ഈ സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്.